സിനിമാ മേഖല വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണല്ലോ, നമുക്കറിയാം. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പൊക്കെ കോടതി കയറുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഫിലിം ചേംബറിന്റെ തെരഞ്ഞെടുപ്പ് കൂടി ഇന്നിപ്പോൾ നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. 40 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ 47 അംഗ ഭരണസമിതിയിലേക്കാണല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെയും സാന്ദ്ര തോമസ് ഒക്കെ മത്സരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത് വലിയ വാർത്തയൊക്കെ ആവുകയും ചെയ്തതാണ്. തീർച്ചയായും മനോ, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ ഒരു 10 മണിയോടുകൂടി യോഗം നടക്കുന്നുണ്ട്. ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് 2 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കുക. 47 അംഗ ഭരണസമിതിയാണ്. അതിൽ 40 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഈ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ശശി അയ്യഞ്ചിറ, അനിൽ തോമസ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഇവർ തമ്മിലുള്ള മത്സരമാണ് ഇന്നുണ്ടാകുക. നേരത്തെ സജി നന്ദിയാട്ട നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പത്രിക സജി പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസ്, MA നിഷാദ്, മമ്മി സെഞ്ചുറി ഈ 3 പേരും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായി നേരത്തെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന സോണി തോമസിനെ മറ്റ് പത്രികകളൊന്നും വരാതിനെ തുടർന്ന് എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ തിരഞ്ഞെടുപ്പുകളും ചലച്ചിത്ര മേഖലയിലുള്ള സംഘടനകളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം ഇത്തവണ വലിയ വാർത്തയായിരുന്നു. നേരത്തെ അത് സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. പലപ്പോഴും ഇത് വലിയ വിവാദങ്ങളാവുകയും പ്രതികരണങ്ങൾ ഉണ്ടാവുകയും കോടതിയിൽ വരെ ഹർജികൾ പോവുകയും വരും ചെയ്ത സാഹചര്യത്തിലാണ് അമ്മ തെരഞ്ഞെടുപ്പും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പും ഇപ്പോൾ ചേംബർ തെരഞ്ഞെടുപ്പും ഒക്കെ വലിയ വാർത്തയായി നിറയുന്നത്. എന്തായാലും ഇന്ന് ഫിലിം ചേംബറിൻ്റെ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നു. രാവിലെ ഒരു 10 മണിയോടുകൂടി ജനറൽ ബോഡി യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ്. മനു, ശരി, നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്.